ഗുഡ് മോർണിംഗ്. ടെക്നോമെട്രിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പുതിയ കുറച്ച് ഫോർമുലകളിലേക്ക് വരികയാണ്. നേരത്തെ അറിയുന്ന 4 ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് പുതിയ ചില ഫോർമുലകൾ ഉണ്ടാക്കുകയാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫോർമുലകളൊക്കെ. അപ്പം ഞാനിവിടെ 4 ഫോർമുല എഴുതിയിട്ടിട്ടുണ്ട്. വി ഹാവ് സൈനിന്റെ അഡീഷൻ ഫോർമുല, സൈൻ ഓഫ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു നേരത്തെ വന്നതാണ് സൈൻ എ ഇൻറ്റു കോസ് ബി പ്ലസ് കോസ് എ ഇൻറ്റു സൈൻ ബി. എയും ബിയും 2 റിയൽ നമ്പേഴ്സ് അഥവാ 2 ആംഗിൾസ് എന്നൊക്കെ പറയാം. അത് എ ബിക്ക് പകരം എക്സ് വൈ വെച്ചിട്ട് വേണേൽ അങ്ങനെയും പറയാം. പിന്നെ സൈനിന്റെ സബ്ട്രാക്ഷൻ ഫോർമുല സൈൻ ഓഫ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു സൈൻ എ ഇൻറ്റു കോസ് ബി മൈനസ് കോസ് എ ഇൻറ്റു സൈൻ ബി. ദെൻ കോസിന്റെ അഡീഷൻ ഫോർമുല കോസ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു കോസ് എ ഇൻറ്റു കോസ് ബി മൈനസ് സൈൻ എ ഇൻറ്റു സൈൻ ബി. കോസിന്റെ സബ്ട്രാക്ഷൻ ഫോർമുല cos a minus b is equal to cos a into cos b plus sin a into sin b. Equation 1, 2, 3, 4 നമ്പർ ഇട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ 1ഉം 2ഉം കൂടി പ്ലസ് ചെയ്യാണ്. 1 plus 2 implies ഇടത് ഭാഗത്ത് sin a plus b plus sin a minus b. Sin of a plus b plus സൈൻ ഓഫ് എ മൈനസ് ബി. റൈറ്റ് ഹാൻഡ് സൈഡിൽ ആഡ് ചെയ്യുമ്പോൾ നോക്കൂ, സൈൻ എ ഇൻറ്റു കോസ് ബി പ്ലസ് സൈൻ എ ഇൻറ്റു കോസ് ബി. അപ്പോ ഒരേ സാധനം 2 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ 2 ടൈംസ് ആവും. 2 സൈൻ എ ഇൻറ്റു കോസ് ബി, സൈൻ എ ഇൻറ്റു കോസ് ബി പ്ലസ് സൈൻ എ ഇൻറ്റു കോസ് ബി, 2 ടൈംസ് സൈൻ എ ഇൻറ്റു കോസ് ബി. ഈ ടേം കോസ് എ ഇൻറ്റു സൈൻ ബി പ്ലസും ഇത് അതിന്റെ തന്നെ മൈനസും ആണ്. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ആയി പോകും. ഓക്കെ, ഇത് ഞാൻ 5 നമ്പർ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് 1 2 മൈനസ് ചെയ്യാം. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 മൈനസ് ചെയ്യാം. അപ്പൊ ഇടത് ഭാഗത്ത് കിട്ടുക സൈൻ ഓഫ് എ പ്ലസ് ബി മൈനസ് സൈൻ ഓഫ് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സൈൻ എ ഇൻറ്റു കോസ് ബി മൈനസ് സൈൻ എ ഇൻറ്റു കോസ് ബി, അത് ക്യാൻസൽ ആയി പോകും. ഇവിടെ കോസ് എ ഇൻറ്റു സൈൻ ബി മൈനസ് മൈനസ് കോസ് എ ഇൻറ്റു സൈൻ ബി. അപ്പൊ മൈനസ് മൈനസ് പ്ലസ് ആവും. അപ്പൊ ഈ ടേം 2 പ്രാവശ്യം വരും. അപ്പൊ എന്താ വരിക, 2 ഇൻറ്റു കോസ് എ സൈൻ ബി. ഇക്വേഷൻ നമ്പർ 6. ഇനി ചെയ്യാൻ പോകുന്നത് 3, 4 തമ്മിലാണ്. ഇക്വേഷൻ 3ഉം 4ഉം കൂടി ആഡ് ചെയ്യാം. അപ്പൊ കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി, കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി, കോസ് എ ഇൻറ്റു കോസ് ബി പ്ലസ് കോസ് എ ഇൻറ്റു കോസ് ബി, 2 കോസ് എ ഇൻറ്റു കോസ് ബി. ഓക്കെ, ഇക്വേഷൻ നമ്പർ 7. ഇനി ചെയ്യാൻ പോകുന്നത് 3 4 മൈനസ് ചെയ്യാം. 3 മൈനസ് 4 gives cos a plus b minus cos a minus b, cos a plus b minus cos a minus b. ഇവിടെ cos a cos b cos a cos b സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇത് ക്യാൻസൽ ആവും. മൈനസ് സൈൻ എ സൈൻ ബി മൈനസ് സൈൻ എ സൈൻ ബി എന്നാ വരിക. മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് 2x അല്ലേ വരിക. അപ്പൊ മൈനസ് സൈൻ എ സൈൻ ബി മൈനസ് സൈൻ എ സൈൻ ബി എന്ന് പറയുമ്പോൾ മൈനസ് 2 സൈൻ എ ഇൻറ്റു സൈൻ ബി. ഓക്കെ, അപ്പൊ ഈ 4 ഫോർമുല നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി വരുന്നത് 2 ഇൻറ്റു സൈൻ എ ഇൻറ്റു കോസ് ബി. സൈൻ എ പ്ലസ് ബി മൈനസ് സൈൻ എ മൈനസ് ബി ആവുമ്പോൾ 2 ഇൻറ്റു കോസ് എ ഇൻറ്റു സൈൻ ബി. കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി വരുമ്പോൾ 2 ഇൻറ്റു കോസ് എ ഇൻറ്റു കോസ് ബി, 2 കോസ് ആണ്. കോസ് എ പ്ലസ് ബി മൈനസ് കോസ് എ മൈനസ് ബി ഇംപ്ലൈസ് ഇസ് ഈക്വൽ ടു മൈനസ് 2 സൈൻ എ ഇൻറ്റു സൈൻ ബി. കോസ് എ പ്ലസ് ബി കോസ് എ മൈനസ് ബി സബ്ട്രാക്ട് ചെയ്താൽ മൈനസ് 2 സൈൻ എ ഇൻറ്റു സൈൻ ബി. ഇനി ഞാനിത്
ഇതന്നെ വേറെ രീതിയിൽ എഴുതുകയാണ്. ഈ 5, 6, 7, 8 തിരിച്ചെഴുതുന്നു നമ്മള്. ദാറ്റ് ഈസ് റൈറ്റ് ഹാൻഡ് സൈഡ് ആദ്യം എഴുതുക കേട്ടോ. 2 into sin A into cos B is equal to sin A plus B plus sin A minus B. അപ്പൊ 2 into sin A into cos B എന്ന് പറയുന്നത് സമ്മാക്കി എഴുതുമ്പോൾ sin A plus B plus sin A minus B. അത് എക്സ് വൈയിൽ പറയുകയാണെങ്കിൽ 2 sin x into cos y is equal to sin x plus y plus sin x minus y. അടുത്തത് 6 തിരിച്ചെഴുതിയാൽ 2 into cos A into sin B നെ നമ്മൾ സമ്മാക്കുകയാണെങ്കിൽ sin A plus B minus sin A minus B. sin A plus B ന്ന് sin A minus B നെ മൈനസ് ചെയ്യാൻ വേണ്ടത് അങ്ങനെ ആവുമ്പോൾ. അപ്പൊ എക്സ് വൈ പറയുമ്പോൾ 2 cos x into sin y is equal to sin x plus y minus sin x minus y. ലെറ്റർ ഏത് വെച്ചും പറയാം കേട്ടോ. അടുത്തത് 7 എഴുതുമ്പോ തിരിച്ചെഴുതുമ്പോ റൈറ്റ് ഹാൻഡ് സൈഡ് ആദ്യം എഴുതുമ്പോ 2 into cos A into cos B is equal to cos A plus B plus cos A minus B. 2 cos A into cos B നെ സമ്മാക്കി മാറ്റുമ്പോ cos A plus B plus cos A minus B. അവസാനത്തത് തിരിച്ചെഴുതുമ്പോ -2 sin A sin B is equal to cos A plus B minus cos A minus B. നമ്മൾ ഈ മൈനസ് ഒഴിവാക്കിയിട്ടാണ് എഴുതുന്നത്. മൈനസ് അങ്ങനെ വെറുതെ ഒഴിവാക്കാൻ പറ്റൂല, അതിനിപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഈ ഇക്വേഷന്റെ രണ്ട് ഭാഗത്തും ഒരു മൈനസ് ഇൻറ്റു ചെയ്യുമ്പോ റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 sin A sin B എന്ന് വരും. ഇവിടെ മൈനസ് കോസ് എ പ്ലസ് ബി, ഇവിടെ മൈനസ് മൈനസ് പ്ലസ് കോസ് എ മൈനസ് ബി ആവും. അപ്പൊ തിരിച്ചു വായിച്ചാൽ കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി. ഇവിടെ എന്താ വരിക? 2 sin A sin B. അങ്ങനെ നമ്മൾ എഴുതുന്നത്. അപ്പൊ -2 sin A sin B ഉള്ളത് മൈനസ് ഇൻറ്റു ചെയ്തിട്ട് 2 പ്ലസ് അവിടെ പ്ലസ് ആക്കി 2 sin A into sin B. അപ്പൊ ഈ മൈനസ് ഇപ്പുറത്തേക്ക് ഇൻറ്റു ചെയ്തു എന്നർത്ഥം, അല്ലെ ഡിവൈഡ് ചെയ്തു, എന്തായാലും കുഴപ്പമില്ല. അപ്പൊ ഇത് മൈനസ് ആവും, ഇത് പ്ലസ് ആവും. അപ്പൊ പ്ലസ് ടേം ആദ്യം എഴുതിയാൽ കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി. ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ 4 ഫോർമുലയാണ് പ്രൊഡക്റ്റ് ഫോർമുല അല്ലെങ്കിൽ എ ബി ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ പ്രൊഡക്റ്റ് ഫോർമുല എന്തിനാന്ന് ചോദിച്ചാല് ട്രിഗണോമെട്രിയിലെ പ്രൊഡക്റ്റുകൾ വരുമ്പോ, സൈൻ കോസുകളുടെ ഒക്കെ പ്രൊഡക്റ്റുകൾ വരുമ്പോ സമ്മ് അല്ലെങ്കിൽ ഡിഫറൻസ് സം തന്നെയാണല്ലോ. ഓക്കെ, അപ്പൊ എന്താണ് 2 sin A sin B നെ നമ്മള് പ്രൊഡക്റ്റ് ഒഴിവാക്കി എഴുതുമ്പോ sin A plus B plus sin A minus B. 2 cos A sin B ആകുമ്പോ sin A plus B minus sin A minus B. 2 cos A cos B cos A plus B plus cos A minus B. 2 sin A sin B cos A minus B minus cos A plus B. ഇത് മാറിപ്പോകരുത് കേട്ടോ, ഇത് മാറിപ്പോകരുത്. cos A minus B ആണ് ആദ്യം വരിക. ഈ 4 ഫോർമുല ഇതിന്റെ വേറൊരു കോലമാണ്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞാല്. തിരിച്ചെഴുതിയുള്ളൂ, ലാസ്റ്റിൽ ഒരു മൈനസ് ഇപ്പുറത്തേക്ക് ഇട്ട് എഴുതിയിട്ടുണ്ട്. എഴുതി പഠിക്കണം. ബൈഹാർട്ട് ചെയ്യുമ്പോൾ വായിച്ച് പഠിച്ചാൽ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മാറിപ്പോകും. നിങ്ങൾ പേപ്പർ എടുത്തിട്ട് ആദ്യം നോക്കി എഴുതുക, എന്നിട്ടത് വായിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് കാണാതെ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പഠിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് എ ബിയിൽ എഴുതിയതിനു ശേഷം നിങ്ങൾ ലെറ്ററൊക്കെ മാറ്റി എക്സ് വൈയിലോ ആൽഫ ബീറ്റയിലോ ഒക്കെ എഴുതി നോക്കുക. അപ്പൊ ഈ 4 ഫോർമുലയാണ് ട്രിഗണോമെട്രിയിലെ പ്രൊഡക്റ്റ് ഫോർമുല എന്ന് പറയുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വേറെ ഒരു 4 ഉണ്ടാക്കാൻ പോവാണ്. അതിന്റെ പേരാണ് സം ഫോർമുല. ഇതിന്റെ വേറൊരു രൂപമാണ് ശരിക്കും പറഞ്ഞാൽ. ഇനി ഞാൻ പേര് വിളിക്കുന്നത് CD ഫോർമുല എന്നാണ്. CD വെച്ചിട്ടാണ് ലാസ്റ്റ് അത് എഴുതുന്നത്. അവിടെ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 5, 6, 7, 8 എന്ന് പ്രത്യേക നമ്പർ ഇട്ട് വെച്ചത്. ഈ നമ്പർ ഇട്ട 5, 6, 7, 8 നമ്മൾ പുതിയ 2 പേര് വിളിക്കാൻ പോവാണ്. അപ്പോ പുട്ടിങ് എന്താണെന്നറിയോ? A plus B നെ ഒറ്റ പേര് വിളിക്കുക, C ന്ന്.
എ മൈനസ് ബിനെ വേറൊരു പേര് വിളിക്കുക ഡി എന്ന്. ഏതില്? ഇൻ 5, 6, 7 and 8 ഈ 4 എണ്ണത്തില് എ പ്ലസ് ബിന് എന്താ പേര് വിളിക്കുന്നത്? സി എന്ന് പേരിടുന്നു. എ മൈനസ് ബിന് ഡി എന്ന് പേരിടുന്നു. ഇൻ 5, 6, 7 and 8 അങ്ങനെ ആവുമ്പോ ഇത് സി ആവും, എ മൈനസ് ബിക്ക് വരെ ഡി ആവും. അപ്പൊ ഇവിടെയൊക്കെ സി ഡി എന്നാവും ഇടത് ഭാഗത്തൊക്കെ. ഇവിടെയൊക്കെ സി ഡി എന്നാവുമ്പോൾ നമുക്ക് ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡും സി ഡിയിലേക്ക് കിട്ടണം. അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇവിടെ എയും ബി ആണല്ലോ ഉള്ളത്. ഇപ്പോ ഇതിന്റെയൊക്കെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എയും ബി ആണല്ലോ ഉള്ളത്. അതൊക്കെ സി ഡിയിലേക്ക് മാറണം എന്നർത്ഥം. ഞാൻ എന്റെ പേര് പ്രകാരം എ പ്ലസ് ബിന്റെ പേര് സി എന്നും എ മൈനസ് ബിന്റെ പേര് ഡി എന്നുമാണ്. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താല് എ പ്ലസ് എ 2a വരിക, ബി ബി ക്യാൻസൽ ആവും, സി പ്ലസ് ഡി വരും. പിന്നെ മൈനസ് ചെയ്താൽ സബ്ട്രാക്ട് ചെയ്താൽ എ മൈനസ് എ പോയി, ബി മൈനസ് മൈനസ് ബി 2b വരും. 2b ഈക്വൽ ടു സി മൈനസ് ഡി എന്നും വരും. അങ്ങനെയാണെങ്കിൽ എ ആരാ? സി പ്ലസ് ഡിന്റെ പകുതിയാണ് സി പ്ലസ് ഡി ബൈ 2. ബി എന്ന് പറയുന്നത് സി മൈനസ് ഡി ബൈ 2 ആണ്. ഇത്രയും ചേഞ്ച് ഈ 4 എണ്ണത്തിലേക്ക് നമ്മൾ കൊടുത്താൽ എങ്ങനെ കിട്ടാൻ നോക്കാം. അപ്പൊ 5 നമുക്ക് പുതിയതായിട്ട് തരാൻ പോകുന്നത് 5 gives സൈൻ എ പ്ലസ് ബി ഇട്ട പേരാണ് സി. സൈൻ സി പ്ലസ് സൈൻ എ മൈനസ് ബിന്റെ പേര് ഡി, സൈൻ ഡി ഈസ് ഈക്വൽ ടു 2 സൈൻ എ അല്ലേ? എ ആരാ പോകുന്നത്? സി പ്ലസ് ഡി ബൈ 2. അപ്പൊ നമുക്കൊരു ബ്രാക്കറ്റിൽ എഴുതാം, സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് ബി എന്നാണ്. കോസ് ബി ആരാ? സി മൈനസ് ഡി ബൈ 2. അപ്പൊ എന്താണ്? സൈൻ സി പ്ലസ് സൈൻ ഡി. സിയും ഡി രണ്ട് നമ്പേഴ്സ് അത്ര തന്നെയുള്ളൂ നമുക്ക് ഇമ്പോർട്ടൻസ്. സിയും ഡി രണ്ട് നമ്പേഴ്സിലെ രണ്ട് ആംഗിൾ. സൈൻ സി പ്ലസ് സൈൻ ഡിനെ പ്രൊഡക്റ്റ് ആക്കുമ്പോ, പ്ലസ് മാറ്റി പ്രൊഡക്റ്റ് ആക്കുമ്പോ 2 ഉണ്ട്. 2ന്റെ കൂടെ സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസിന്റെ ഉള്ളിൽ സി മൈനസ് ഡി ബൈ 2. വളരെ ഇമ്പോർട്ടന്റ് ഫോർമുലയാണ് കേട്ടോ. അങ്ങനെയാണ് 6ന്റെ പുതിയ കോലം പറയൂ. 6ന്റെ പുതിയ കോലം വരിക സൈൻ എ പ്ലസ് ബിക്ക് പകരം സി പ്ലസ്, സോറി പ്ലസ് അല്ല മൈനസ്, സൈൻ ഡി എ മൈനസ് ബിക്ക് പകരം ഡി ഈക്വൽ ടു 2. ഇവിടെ കോസ് അല്ലേ ഉള്ളത്? കോസ് എക്ക് പകരം സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു സൈൻ ബിക്ക് പകരം സി മൈനസ് ഡി ബൈ 2. സൈൻ സി മൈനസ് സൈൻ ഡി 2 കോസ് ഇങ്ങോട്ട് വരും, സൈൻ അങ്ങോട്ട് പോകും. അങ്ങനെ ഓർത്തു വെക്കുക. ഇവിടെ 2 സൈന് കോസ് ആണ്, ഇത് 2 കോസ് സൈൻ ആണ്. ഇനി നമുക്ക് 7 gives കോസ് സി എ പ്ലസ് ബിക്ക് പകരം സി പ്ലസ് കോസ് ഡി ഈസ് ഈക്വൽ ടു 2 കോസ് എ. കോസ് എക്ക് പകരം സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് തന്നെ വരുന്നത് ബി. ബിക്ക് പകരം സി മൈനസ് ഡി ബൈ 2. അപ്പൊ എന്താണ്? കോസ് സി പ്ലസ് കോസ് ഡിനെ പ്രൊഡക്റ്റ് ആക്കുമ്പോ 2 ഇൻറ്റു കോസ് ഓഫ് സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് തന്നെയാണ് വീണ്ടും സി മൈനസ് ഡി ബൈ 2. രണ്ടും കോസ് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ 8 gives കോസ് സി മൈനസ് കോസ് ഡി ഈസ് ഈക്വൽ ടു കോസ് സി മൈനസ് കോസ് ഡി. എ പ്ലസ് ബിക്ക് പകരം സി, എ മൈനസ് ബിക്ക് പകരം ഡി. വലത് ഭാഗത്ത് മൈനസ് 2 സൈൻ എക്ക് പകരം സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു വീണ്ടും സൈൻ ബി എന്നാണുള്ളത്, സൈൻ ബിക്ക് പകരം സി മൈനസ് ഡി ബൈ 2. ഈ 4 ഫോർമുല ഈ രീതിയിൽ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. എന്തിനാ നമ്മൾ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ സൈന് പ്ലസ് സൈന് അല്ലെ സൈന് മൈനസ് സൈന് ഇത് പ്രൊഡക്റ്റ് ആക്കാൻ വേണ്ടി ഈ 2 ഫോർമുല ഉപയോഗിക്കാം. കോസ് പ്ലസ് കോസ് അല്ലെ കോസ് മൈനസ് കോസ് പ്രൊഡക്റ്റ് ആക്കുമ്പോൾ ഈ ഫോർമുല. അപ്പൊ ഇത് എക്സ് വൈന് പറയുകയാണെങ്കിൽ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ഇസ് ഈക്വൽ ടു 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ ബൈ 2. Sin x minus sin y is equal to 2 cos x plus y by 2 into sin x minus y by 2.
cos x plus cos y equal to 2 cos x plus y by 2 into cos x minus y by 2. Cos x minus cos y is equal to minus 2 sin x plus y by 2 into sin x minus y by 2. ഇതാണ് ട്രിഗണോമെട്രിയിലെ സം ഫോർമുല അല്ലെ സി ഡി ഫോർമുല എന്നൊക്കെ പറയും. പേരൊന്നും പറഞ്ഞില്ലെങ്കിലും ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ഫോർമുലയാണ്. ഇനി ഇത് എന്താണ്, എങ്ങനെയാണ് ഇത് പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുക എന്നൊക്കെ മനസ്സിലാക്കണം. അപ്പൊ ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്റ്റ് ഫോർമുല പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എഴുതിയിട്ട് ബൈ ഹാർട്ട് ചെയ്യണം. സൈൻ സി പ്ലസ് സൈൻ ഡി 2 സൈന് കോസ്, 2 സൈന് കോസ്, സൈൻ സി മൈനസ് സൈൻ ഡി ആകുമ്പോൾ 2 കോസ് സൈന്, കോസ് പ്ലസ് കോസ് ആകുമ്പോൾ 2 കോസ് വീണ്ടും കോസ്, കോസ് മൈനസ് കോസ് ആകുമ്പോൾ -2 ആണ് സൈന് ഇൻറ്റു സൈന്. ആദ്യത്തിന്റെ ഉള്ളിൽ സി പ്ലസ് ഡി ബൈ 2, രണ്ടാമത്തിന്റെ ഉള്ളിൽ സി മൈനസ് ഡി ബൈ 2. ആ രീതിയിൽ നല്ലോണം നോക്കി വായിച്ചു പഠിക്കുക, ദെൻ എഴുതുക, കാണാതെ എഴുതാൻ വേണ്ടി പഠിക്കുക. അപ്പൊ ഇവിടെ ഇത് എന്താണ്, ഇവിടെ ഇതിന്റെ ഡെറിവേഷനും കാര്യമൊന്നും നിങ്ങളോട് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കില്ല. ഞാനത് കാണിച്ചു തന്നത് ഫോർമുല ബൈഹാർട്ട് ചെയ്യുമ്പോൾ അത് എങ്ങനെ കിട്ടിയെന്നും കൂടി അറിഞ്ഞ് ബൈഹാർട്ട് ചെയ്താൽ അത് കുറച്ചുകൂടി നമ്മുടെ മനസ്സിൽ നിൽക്കും. വെറുതെ ഫോർമുലകളായിട്ട് കിട്ടി നമ്മൾ പഠിക്കുമ്പോൾ അത് പെട്ടെന്ന് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിന്റെ പ്രോബ്ലംസ് ഏത് രീതിയിലാണ് ചോദിക്കണം, ഞാൻ ചില ക്വസ്റ്റ്യൻസ് പറയാം. ഒന്നാമത്തെ സെറ്റ് വരുന്നത് എക്സ്പ്രസ് ദ ഫോളോയിങ് ആസ് സമ്മായിട്ട് എഴുതാനാണ്. അപ്പൊ എന്താ തരുന്നത് നോക്കാം. ഒന്ന്, സൈൻ 5x ഇൻറ്റു കോസ് 2x, 2 cos x into sin 4x, 3 cos 6x into cos 2x, 4 sin 5 theta into sin 2 theta. എക്സിലോ തീറ്റയിലോ ഒക്കെ ആവാം. എന്താ ചെയ്യാൻ പറഞ്ഞത്, ഇതിനൊക്കെ സമ്മാക്കാൻ. സം എന്ന് പറയുമ്പോ എ പ്ലസ് ബി മോഡല് അല്ലെങ്കിൽ എ മൈനസ് ബി മോഡല്, എ മൈനസ് ബി തന്നെയാണ് എ പ്ലസ് മൈനസ് ബി. അപ്പോ ഡിഫറൻസ് ആയാലും അതിനെ സമ്മാക്കി പറയാം. എ മൈനസ് ബി മോഡൽ ആണെങ്കിൽ അത് എ പ്ലസ് മൈനസ് ബി ആകുമ്പോൾ അത് സം തന്നെയാണ്. അപ്പൊ ഒന്നാമത്തത് നമുക്ക് വരാം, സൈൻ 5x ഇൻറ്റു, ഇതിപ്പോ എന്താണ് നമ്മൾ നോക്കുമ്പോ സൈൻ 5x ഒരു നമ്പറാണ്, 5x എന്ന ആംഗിളിന്റെ സൈൻ ഒരു നമ്പറാണ്, കോസ് 2x ഒരു നമ്പറാണ്. രണ്ട് നമ്പറുകളുടെ പ്രൊഡക്റ്റ്. അപ്പൊ പ്രൊഡക്റ്റിനെ സമ്മാക്കണം. പ്രൊഡക്റ്റിനെ സമ്മാക്കാനുള്ള ഫോർമുലയാണ് ഞാൻ ആദ്യം പറഞ്ഞ പ്രൊഡക്റ്റ് ഫോർമുല. അതിൽ പറയുന്നത് 4 എണ്ണം, 2 സൈൻ എ കോസ് ബി, അല്ലെങ്കിൽ 2 കോസ് എ സൈൻ ബി, അല്ലെങ്കിൽ 2 കോസ് എ കോസ് ബി, അല്ലെങ്കിൽ 2 സൈൻ എ സൈൻ ബി. ഇതിനൊക്കെ കൂടെ ഒരു 2 ഉണ്ട്. നമുക്കിപ്പോ ഇവിടെ സൈൻ എ കോസ് ബി എന്ന മോഡൽ ഉണ്ട്, എന്നാൽ 2 ഇല്ല. ഞാൻ കാര്യം ചെയ്യാൻ പോവാണ്, ഇവിടെ ഇല്ലാത്തൊരു 2നെ നമ്മൾ ഇടുകയാണ്. അങ്ങനെ വെറുതെ ഇടാൻ പറ്റൂല. അപ്പം 1/2 ഇടണം, ഇൻറ്റു 2, ഒന്നും സംഭവിച്ചില്ല. എന്നിട്ട് ഇവിടെ ഉള്ള സൈൻ 5x ഇൻറ്റു കോസ് 2x എഴുതി. ക്ലിയർ അല്ലേ? ഈ 2 ക്യാൻസൽ ചെയ്ത് എന്തിനാ 2 കൊണ്ടുവന്നു വെച്ചാൽ നമ്മൾ ഫോർമുല 2 ഉള്ള ഫോർമുലയാണ്. ഈ ഹാഫ് ഇവിടെ വെച്ചിട്ട് നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, ഇത് നിങ്ങൾ ഇങ്ങനെ വായിക്കും, 2 സൈൻ എ കോസ് ബി, എക്ക് പകരം 5x, ബിക്ക് പകരം 2x. 2 സൈൻ എ കോസ് ബിന്റെ നമ്മളെ ഫോർമുല സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി എന്നാണ് നമ്മൾ നേരത്തെ കുറച്ച് മുമ്പ് എഴുതിയ ഫോർമുല. ഇനി എയും ബിയും നമ്മൾ എഴുതണം. That is equal to 1/2 all into sin of 5x plus 2x plus sin of 5x minus 2x equal to half പുറത്തവിടെ നിന്നോട്ടെ. സൈൻ 5x ഉം 2x ഉം കൂടി ആഡ് ചെയ്താൽ 7x പ്ലസ് സൈൻ ഓഫ് 5x 2x മൈനസ് ചെയ്താൽ 3x.
ഇത്രേ ചെയ്യാനുള്ളൂ. ഇതിപ്പോ സമ്മുണ്ട്, ഹാഫ് പുറത്തുണ്ട്, കുഴപ്പമില്ല, ഇങ്ങനെ എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ രണ്ടാമത്തത് 2 cos x into sin 4x. ഇതിപ്പോ 2 ഇവിടെ ഉണ്ട്, 2 കൂടിയാ തന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 2 നമ്മൾ കൊണ്ടുവരേണ്ട കാര്യമില്ല. നമ്മൾ ഇതിനെ 2 cos a sin b. ചില ആളുകൾക്ക് തോന്നും ഇതിപ്പോ വലുത് എയും ചെറുത് ബിയും അങ്ങനൊക്കെ എടുക്കേണ്ടിണ്ടോ? അങ്ങനെ ഒന്നുമില്ല. ഇതിലേതാ വലുത് ചെറുതും നമുക്ക് അറിയില്ല, എക്സ് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ഇത് എ എടുക്കുന്നു, എക്സ് 4x ബി എടുക്കുന്നു. അപ്പൊ 2 cos a sin b ആണ്. 2 cos a sin b നമ്മൾ പറഞ്ഞത് sin a plus b minus sin a minus b ആണ്. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സൈൻ ഓഫ് എക്ക് പകരം എക്സ്, ബിക്ക് പകരം 4x, മൈനസ് സൈൻ ഓഫ് എക്ക് പകരം എക്സ്, ബിക്ക് പകരം 4x. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് എക്സും 4x കൂടെ ആഡ് ചെയ്താൽ 5x, minus sin of x minus 4x become minus sin 3x equal to sin 5x. ഇത് നമ്മൾ തുടക്കത്തിൽ പഠിച്ചത് sin minus theta minus sin theta ആണ്. sin minus theta minus of sin theta ആണ്. അപ്പോ ഈ മൈനസ് ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പൊ 2 മൈനസ് വരും, പ്ലസ് ആവും. പ്ലസ് sin 3x അവിടെ വെച്ചാൽ മതി. തേർഡ് വണ് cos 6x into cos 2x. ഇതിപ്പോ പ്രൊഡക്റ്റ് ആണ്, നമുക്ക് ഇതിനെ സമ്മാക്കാം. ഇപ്പൊ 2 ഇവിടെ ഇല്ല, 2 കൂടിയാണ് നമ്മളെ ഫോർമുല ഉള്ളത്. അപ്പൊ 2 കൊണ്ടുവരാൻ വേണ്ടി 1/2 into 2 cos 6x into cos 2x. എന്നിട്ട് ഹാഫ് വെച്ചിട്ട് നിങ്ങൾ വായിക്കുക 2 cos a cos b. രണ്ടും cos ആണ്. 2 cos a cos b നമ്മൾ ഫോർമുല കണ്ടത് cos a plus b plus cos a minus b. cos a plus b plus cos a minus b. That is equal to 1/2 into cos a ക്ക് പകരം 6x, b ക്ക് പകരം 2x കൊടുത്തു, പ്ലസ് cos a ക്ക് പകരം 6x മൈനസ് b ക്ക് പകരം 2x. That is equal to half all into cos of 6x plus 2x become 8x plus cos of 6x minus 2x 4x. ഇവിടെ വെച്ചാൽ മതി. ഇതിപ്പോ സം ആയിട്ടുണ്ട്. പ്രൊഡക്റ്റ് സം ആക്കാനാണോ പറയുന്നത്? അതിന്റെ ലാസ്റ്റ് ഫോർത്ത് വൺ വരുന്നത് sin 5 തീറ്റ into sin 2 തീറ്റ. ഇത് സൈൻ ഇൻറ്റു സൈൻ ഉണ്ട്, പക്ഷെ നമ്മളെ ഫോർമുലയില് 2 sin a sin b എന്നാണ്. അപ്പൊ 2 കൊണ്ടുവരുന്നു, ഹാഫ് ഇൻറ്റു 2 sin 5 തീറ്റ ഇൻറ്റു sin 2 തീറ്റ. ഹാഫ് ഓടെ ഇട്ടിട്ട് ബാക്കി നോക്കൂ, 2 sin a sin b, രണ്ടും സൈൻ ആണ്. അത് cos a minus b minus cos a plus b മാറി പോകുന്നത്. അവിടെ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. cos a minus b minus cos a plus b equal to half into cos 5 theta minus 2 theta minus cos 5 theta plus 2 theta equal to 1/2 into cos 5 theta minus 2 theta എന്ന് പറയുമ്പോൾ 3 theta minus cos 5 theta plus 2 theta 7 theta. That is the answer. അപ്പൊ നമ്മൾ 4 പ്രോബ്ലത്തിൽ ചെയ്തത് പ്രൊഡക്റ്റിനെ സമ്മാക്കിയതാണ്. അതിനാണ് പ്രൊഡക്റ്റ് ഫോർമുല ഉപയോഗിക്കുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നത് എക്സ്പ്രസ് ദ ഫോളോയിങ് ആസ് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് ആക്കാനാണ്. അപ്പൊ നമുക്ക് എന്താ തരുന്നത് നോക്കാം. പ്രൊഡക്റ്റ് ആക്കാൻ വേണ്ടി എന്തൊക്കെ തരുന്നത് നോക്കാം. അതിൽ നമുക്ക് 4 ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് വൺ, sin 7x plus sin 3x. 2 sin 2x minus sin 6x. 3 cos 4 theta plus cos
11 theta. 4 cos 3x minus cos 9x. എന്താ തന്നത്? സൈനിന്റെ സമ്മ് അല്ലെങ്കിൽ സൈനിന്റെ ഡിഫറൻസ്. സൈന് പ്ലസ് സൈന് അല്ലെങ്കിൽ സൈന് മൈനസ് സൈന്, കോസ് പ്ലസ് കോസ്, കോസ് മൈനസ് കോസ്. എന്തൊക്കെയാണ് പറയുന്നത്? പ്രൊഡക്റ്റ് ആക്കാൻ. അപ്പൊ സമ്മിനെ അല്ലെങ്കിൽ ഡിഫറൻസിനെ പ്രൊഡക്റ്റ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുലയാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ 4 CD ഫോർമുല. നമുക്കിത് നോക്കാം. ഒന്നാമത്തത് സൈൻ 7x പ്ലസ് സൈൻ 3x ആണ്. എക്സ് എത്രയാണെന്നൊന്നും അന്വേഷിക്കണ്ട. ഇതിനെ നമ്മൾ പ്രൊഡക്റ്റിലേക്ക് കൊണ്ടുപോകണം. ഇതിപ്പോ സമ്മാണ്. അപ്പൊ ഇതിന്റെ ഒരു കോലം നിങ്ങൾ ഇങ്ങനെ വായിക്ക്. സൈൻ സി പ്ലസ് സൈൻ ഡി, അഥവാ സൈന് പ്ലസ് സൈന്. അതിനെ പ്രൊഡക്റ്റ് ആക്കാൻ കണ്ട ഫോർമുല 2 സൈന് പിന്നെ കോസ് ആണ് അല്ലെ. സൈനിന്റെ ഉള്ളില് സി പ്ലസ് ഡി ബൈ 2, കോസിന്റെ ഉള്ളില് സി മൈനസ് ഡി ബൈ 2. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോ സിക്ക് പകരം 7x, ഡിക്ക് പകരം 3x ഓൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് 7x മൈനസ് 3x ഡിവൈഡഡ് ബൈ 2. അപ്പൊ അത് 2 സൈന് നോക്കടാ. 7x പ്ലസ് 3x 10x, 10xന്റെ പകുതി 5x ഇൻറ്റു കോസ് 7x മൈനസ് 3x 4x, 4x ബൈ 2 2x. കണ്ടോ പ്രൊഡക്റ്റ് ആയത്? 2 ഇൻറ്റു സൈൻ ഇൻറ്റു കോസ് പ്രൊഡക്റ്റ് ആയിട്ടുണ്ട്. അവിടെ വെച്ചാൽ മതി. സെക്കൻഡ് വൺ സൈൻ 2x മൈനസ് സൈൻ 6x. ഇതിപ്പോ ഏത് മോഡൽ നോക്കിയേ? സൈനിന്റെ ഡിഫറൻസാ. സൈന് മൈനസ് സൈനാ. സൈൻ സി മൈനസ് സൈൻ ഡി. നമ്മൾ കണ്ടത് ഈ സൈനും കോസും അങ്ങോട്ട് ഇങ്ങോട്ട് മാറും. 2 കോസ് ഇങ്ങോട്ട് നിൽക്കും, സൈൻ അങ്ങോട്ട് നിൽക്കും. കോസിന്റെ ഉള്ളില് ഫസ്റ്റത്തേല് സി പ്ലസ് ഡി ബൈ 2, ഇവിടെ സി മൈനസ് ഡി ബൈ 2. അപ്പൊ ഇത് 2 കോസ്, സിക്ക് പകരം 2x, ഡിക്ക് പകരം 6x ബൈ 2 ഇൻറ്റു സൈന് 2x മൈനസ് 6x ബൈ 2, 2x മൈനസ് 6x ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു കോസ് 2x plus 6x 8x, 8x by 2 4x into sin 2x minus 6x പറയുമ്പോൾ minus 4x, minus 4x by 2 എന്ന് പറയുമ്പോൾ minus 2x. That is equal to sin of minus theta minus sin theta ആണല്ലോ. അപ്പൊ ഇത് പുറത്തേക്ക് ഇൻറ്റു ആയിട്ട് വരും. അപ്പൊ ലാസ്റ്റ് ആൻസർ ഈസ് minus 2 cos 4x into sin 2x. മൈനസ് കൂടി വെച്ചാൽ മതി. എന്താ മൈനസ് 1 വെച്ചാൽ സൈൻ ഓഫ് മൈനസ് തീറ്റ ഈസ് മൈനസ് സൈൻ തീറ്റ. തേർഡ് വൺ കോസ് 4 തീറ്റ പ്ലസ് കോസ് 11 തീറ്റ. ഇതേതാ മോഡൽ എന്ന് ചോദിച്ചാൽ കോസ് സി പ്ലസ് കോസ് ഡി, കോസ് സി പ്ലസ് കോസ് ഡി. 2 കോസ് ഇൻറ്റു കോസ് തന്നെ വരുന്നത് അല്ലേ. 2 കോസ് ആവില്ല. രണ്ടിനുള്ളിൽ ഒന്നിനുള്ളിൽ സി പ്ലസ് ഡി ബൈ 2, അടുത്തതിനുള്ളിൽ സി മൈനസ് ഡി ബൈ 2. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ സിയും ഡിയും നമ്മൾ നോക്കുമ്പോൾ ഒന്ന് 4 തീറ്റയും ഒന്ന് 11 തീറ്റയാണ്. 4 തീറ്റ പ്ലസ് 11 തീറ്റ ബൈ 2 ഇൻറ്റു കോസ് 4 തീറ്റ മൈനസ് 11 തീറ്റ ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 കോസ് നോക്കടാ 4 തീറ്റ പ്ലസ് 11 തീറ്റ. 4 11 ആഡ് ചെയ്ത 15, 15 തീറ്റ ബൈ 2. 15 ഓഡ് ആയതുകൊണ്ട് ഡെസിമലാ വരിക, അവിടെ വെച്ചാൽ മതി. 7.5 എഴുതുന്നതിന് കുഴപ്പമില്ല, എന്റെ ആവശ്യമില്ല. ഇൻറ്റു കോസ് 4 തീറ്റ മൈനസ് 11 തീറ്റ മൈനസ് 7 തീറ്റ ബൈ 2 ഈക്വൽ ടു 2 കോസ് 15 theta by 2 into cos 7 theta by 2. അതെവിടെ പോയാ മൈനസ് ക്ലിയർ അല്ലേ? സൈനിന്റെ ഉള്ളിലെ മൈനസ് പുറത്തേക്ക് വന്നതാ. കാരണം സൈൻ മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റ, എന്നാൽ കോസ് മൈനസ് തീറ്റ കോസ് തീറ്റയാണ്. അതുകൊണ്ടാണ് ഈ മൈനസ് ഒഴിവായത്. ഇതുവരെ എഴുതണം കേട്ടോ. കോസ് മൈനസ് തീറ്റ കോസ് തീറ്റ ആയതുകൊണ്ടാണ് ഈ മൈനസ് ഒഴിവായത്.
ഇനി അതിൽ ലാസ്റ്റ് വണ് കോസ് 3x മൈനസ് കോസ് 9x. ഇത് ഏതാ മോഡൽ നോക്കിയേ? കോസ് മൈനസ് കോസ അഥവാ കോസ് സി മൈനസ് കോസ് ഡി. സി ഡി ഫോർമുലയിലെ ലാസ്റ്റ് വണ് എന്തായിരുന്നു? കോസ് സി മൈനസ് കോസ് ഡി ആകുമ്പോൾ -2 സൈൻ വീണ്ടും സൈൻ, രണ്ട് സൈനാണ്. സി പ്ലസ് ഡി ബൈ 2 ഇവിടെ സി മൈനസ് ഡി ബൈ 2 ഈക്വൽ ടു -2 സൈൻ 3x plus 9x by 2 into sin 3x minus 9x by 2 equal to -2 sin 3x plus 9x 12x by 2 6x into sin 3x minus 9x minus 6x minus 6x by 2 minus 3x equal to -2 sin 6x. ഈ മൈനസ് സൈൻ ആയതുകൊണ്ട് പുറത്തു വരും. സൈൻ മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ആണ്. ഓൾറെഡി ഒരു മൈനസ്, വീണ്ടും ഒരു ഇൻറ്റു മൈനസ് പ്ലസ് ആവും. 2 sin 6x into sin 3x. That is answer. അപ്പൊ ഈ നാലാണ് നമ്മൾ ചെയ്തത് സമ്മിനെ അല്ലെങ്കിൽ ഡിഫറൻസിനെ പ്രൊഡക്റ്റ് ആക്കി മാറ്റി. ഇനി ഇതില് കുറെ കൂടി പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങളത് അടുത്ത ക്ലാസ് ആകുന്നതിന് മുമ്പ് ആ ഫോർമുലകൾ വളരെ ക്ലിയർ ആയിട്ട് ഒരു സംശയമില്ലാത്ത രീതിയിൽ പഠിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.